നമസ്തേ. ജയ് ശ്രീ കൃഷ്ണ. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗം. ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസാരിക്കുന്ന അധ്യായമാണ് ഭക്തിയോഗം. രൂപമുള്ള ഈശ്വരനെ ഭജിക്കുന്നതാണോ അതോ അരൂപിയായ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നതാണോ ഉത്തമം എന്ന അർജുനൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ 12-ാം അധ്യായം. ഭക്തിയോഗത്തിലെ 20 ശ്ലോകങ്ങളും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഭക്തിയുടെ ഈ പാതയിലൂടെ നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അഥ 12-ോऽധ്യായഃ. ശ്ലോകം 1. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഇവിടെ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു, ഹേ കൃഷ്ണ, എപ്പോഴും നിന്നെ ഭക്തിയോടെ ആരാധിക്കുന്നവരും അക്ഷരവും അവ്യക്തവുമായ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരും ഇവരിൽ ആരാണ് യഥാർത്ഥ ശ്രേഷ്ഠനായ യോഗി? കുരുക്ഷേത്രത്തിൽ അർജുനൻ്റെ ഈ ഗൗരവമായ സംശയം, ദൈവത്തെ രൂപത്തോടെ ആരാധിക്കുന്നവരോ ശ്രേഷ്ഠർ, അല്ലെങ്കിൽ രൂപമില്ലാത്ത ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരോ? നമ്മൾ ക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണുമ്പോൾ ഭജിക്കുന്നതോ അല്ലെങ്കിൽ ദൈവം ഒരു രൂപമല്ലാത്ത ശക്തിയാണ് എന്ന് ധ്യാനിക്കുന്നതോ ആരാണ് യഥാർത്ഥ യോഗി? ഭക്തിയോഗത്തിൻ്റെ അതിസുന്ദരമായ അധ്യായം ഇവിടെ തുടങ്ങുന്നു. നന്ദി. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യമനോ യേ മാം നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ് തേ മേ യുക്തതമാ മതാഃ. ഭഗവാൻ പറഞ്ഞു, എന്നിൽ മനസ്സിനെ പൂർണ്ണമായി ഏകാഗ്രമാക്കി നിത്യവും ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നവരും പരമമായ വിശ്വാസത്തോടെ എന്നെ ആശ്രയിക്കുന്നവരും അവരാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ യോഗികൾ. മനസ്സു മുഴുവൻ ദൈവത്തിൽ നിവേശിപ്പിക്കുക, ദിവസവും ഭക്തിയോടെ സ്മരിക്കുക, സംശയമില്ലാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരും ഉന്നതമായ യോഗികളുമാണ്. മനസ്സും വിശ്വാസവും ദൈവത്തിൽ ഉറപ്പിച്ചാൽ അതാണ് ഏറ്റവും വലിയ യോഗം. നന്ദി. ശ്ലോകം 3, 4. യേത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യൻ ച കൂടസ്ഥമചലൻ ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഭഗവാൻ പറയുന്നു, ഏതൊരാളാണോ മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്തതും അവ്യക്തവും സർവവ്യാപിയും അചിന്ത്യവും അനശ്വരവും അനിർവചനീയവും
അചഞ്ചലവുമായ ബ്രഹ്മത്തെ നിരന്തരം ഉപാസിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് സകലത്തിലും സമഭാവനയോടെ സർവജീവികളുടെയും ഹിതത്തിൽ തൽപരരായി എന്നെ തന്നെ പ്രാപിക്കുന്നു. രൂപമില്ലാത്തത്, നാശമില്ലാത്തത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, മാറ്റമില്ലാത്ത പരബ്രഹ്മത്തെ ധ്യാനിച്ച് ഉപാസിക്കുന്നവർ, അവരാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എല്ലാവരെയും ഒരുപോലെ കാണുന്നവർ, എല്ലാ ജീവികളുടെ ഹിതത്തിലും സന്തോഷം കാണുന്നവർ. അത്തരത്തിലുള്ള ഭക്തന്മാർ എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പു നൽകുന്നു. രൂപഭക്തിയോ നിർഗുണ ഉപാസനയോ ശുദ്ധഭക്തിയും സമബുദ്ധിയും ഉണ്ടെങ്കിൽ ലക്ഷ്യം ഒന്നേയൊന്ന്, ഭഗവാൻ. സമബുദ്ധിയുള്ള ഹൃദയം, അതാണ് സത്യഭക്തിയുടെ അടയാളം. നന്ദി. ശ്ലോകം 5. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ദേഹാഭിമാനികൾക്ക് കഷ്ടപ്പാടോടുകൂടിയ അവ്യക്തോപാസന എളുപ്പമല്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, രൂപരഹിതമായ അവ്യക്ത ബ്രഹ്മത്തിൽ മനസ്സ് സ്ഥാപിക്കുക മനുഷ്യർക്ക് വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസം? നമ്മൾ ദേഹബോധമുള്ളവരാണ്. കാണാനും ചിന്തിക്കാനും നമുക്ക് രൂപം വേണം. മനസ്സ് സ്വഭാവത്തിൽ ഒരു ആധാരം അന്വേഷിക്കുന്നു. അതിനാൽ രൂപമില്ലാത്തതിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് അത് കൂടുതൽ ക്ലേശകരമാവുന്നു. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് സാകാരഭക്തി മനുഷ്യർക്ക് കൂടുതൽ എളുപ്പവും സ്വാഭാവികവുമാണ്. അതുകൊണ്ട് ആദ്യം സാകാര ഉപാസനയിലൂടെ ഭക്തി വളർത്തി പിന്നെ ഉയർന്ന ആത്മജ്ഞാനത്തിലേക്ക് കടക്കാം. രൂപരഹിതനായ പരമാത്മാവിനെ ധ്യാനിക്കുന്നത് ഉന്നത മാർഗമാണ്. എന്നാൽ ദേഹബോധമുള്ള നമുക്ക് സാകാരഭക്തി തന്നെയാണ് എളുപ്പവും സൗകര്യപ്രദവുമായ വഴി. നന്ദി. ശ്ലോകം 6. യേ തു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഏതൊരാൾ സകല കർമ്മങ്ങളെയും എന്നിലർപ്പിച്ച് പരമാത്മപ്രാപ്തി പരമലക്ഷ്യമായി കരുതി മറ്റൊന്നിലും മനസ്സ് ചെന്നു പറ്റാതെ ഏകാഗ്രമായി എന്നെ തന്നെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവർ, തങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തരെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനെ സമർപ്പിച്ച് അവനെ മാത്രം ലക്ഷ്യമാക്കി അനന്യഭക്തിയോടെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. ഓരോ പ്രവൃത്തിയും ഭഗവാനോട് സമർപ്പണമാകുമ്പോൾ ജീവിതം തന്നെ ഒരു പൂജയാകുന്നു. ഭക്തി എന്നത് വേറെ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒന്നല്ല. ജീവിതം മുഴുവൻ ഭഗവാനെ സമർപ്പിക്കുന്നതാണത്. ശ്ലോകം 7. തേഷാമഹം സമുദ്ധർത്താ മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ
മയ്യാവേശിതചേതസാം. അർജുന, എന്നിൽ ആവേശിക്കപ്പെട്ട മനസ്സോടു കൂടിയവരെ മൃത്യുരൂപമായ ഈ സംസാര സാഗരത്തിൽ നിന്നും ഞാൻ താമസമില്ലാതെ ഉദ്ധരിക്കുന്നതായി ഭവിക്കുന്നു. എന്നിൽ മനസ്സിനെ പൂർണ്ണമായി നിർത്തിയിരിക്കുന്ന ഭക്തരെ ഞാൻ വളരെ വേഗത്തിൽ ജനനമരണങ്ങളാൽ നിറഞ്ഞ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷിച്ചു കരകയറ്റുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു മഹത്തായ വാഗ്ദാനം നൽകുന്നു. ജീവിതം ഒരു വലിയ സമുദ്രം പോലെയാണ്. ദുഃഖം, ആശങ്ക, പേടി, ജനനം, മരണം ഇതെല്ലാം ചേർന്നതാണ് സംസാരസാഗരം. എന്നാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സിനെ അർപ്പിച്ച് ജീവിക്കുന്നുവോ അവരെ ഭഗവാൻ തന്നെയാണ് രക്ഷിക്കുന്നത്. ദൈവത്തിൽ മനസ്സർപ്പിക്കൂ. സംസാരസാഗരത്തിൽ നിന്ന് രക്ഷ ഭഗവാൻ തന്നെയാണ്. നന്ദി. ശ്ലോകം 8. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വന്ന സംശയഃ. എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, ബുദ്ധിയെ എന്നിൽ പ്രവേശിപ്പിക്കുക. എന്നാൽ നീ മേലിൽ എന്നിൽ തന്നെ വസിക്കും. ഇതിൽ സംശയം വേണ്ട. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച് സമർപ്പിക്കൂ. അങ്ങനെ ചെയ്താൽ നീ എപ്പോഴും എന്നിലേ തന്നെ വസിക്കും. ഇതിലൊരു സംശയവുമില്ല. ഭക്തി എന്നത് വെറും പൂജയും ജപവും മാത്രമല്ല. മനസ്സ് ചിന്തയും വികാരങ്ങളും, ബുദ്ധി തീരുമാനങ്ങളും വിവേകവും, ഇവ രണ്ടും ദൈവത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം ദൈവാനുഭവമാകുന്നു. മനസ്സ് ദൈവത്തിലായാൽ ആശങ്കകൾ കുറയും. ബുദ്ധി ദൈവത്തിലായാൽ തെറ്റായ വഴികൾ ഒഴിവാകും. അപ്പോൾ മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചാലും ഉള്ളിൽ ദൈവസാന്നിധ്യത്തിൽ തന്നെ വസിക്കും. ഇത് ഭക്തിയുടെ പരമാവസ്ഥയാണ്. ദൈവത്തിൽ മനസ്സ്, ദൈവത്തിൽ ബുദ്ധി, ദൈവത്തിൽ തന്നെ ജീവിതം. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സും ബുദ്ധിയും സമർപ്പിക്കുമ്പോൾ ജീവിതം ദൈവികമാകുന്നു. സംശയമില്ല. നന്ദി. ശ്ലോകം 9. അഥ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അർജുന, നീ നിന്റെ മനസ്സ് എന്നിൽ സ്ഥിരമായി ഏകാഗ്രമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിരന്തരമായ അഭ്യാസത്തിൻ്റെ വഴിയിലൂടെ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് വളരെ കരുണാപൂർവം ഉപദേശിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിൽ മനസ്സ് സ്ഥിരമായി നിർത്താൻ എളുപ്പമല്ല. മനസ്സ് ചഞ്ചലമാണ്. ചിന്തകൾ പല ദിശകളിലേക്കും പോകും. മനസ്സ് ചഞ്ചലമാകുന്നത് തെറ്റല്ല. ഒരു നാൾ കൊണ്ട് ദൈവചിന്തയിൽ സ്ഥിരത വരണമെന്നുമില്ല. ഒരു ദിവസം കൊണ്ട് സമാധി ലഭിക്കണമെന്നില്ല. പക്ഷേ സ്ഥിരമായ അഭ്യാസം ചെയ്യുക. ദിവസേന ജപം, നിത്യധ്യാനം, ദൈവസ്മരണം. അഭ്യാസം തുടരൂ. ദൈവസാന്നിധ്യം സ്വയം അടുത്തുവരും. നന്ദി. ശ്ലോകം 10. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസത്തിലും നീ സമർത്ഥനല്ലെങ്കിൽ
എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവനായി തീരുക. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും നീ സിദ്ധിയെ പ്രാപിക്കും. അഭ്യാസത്തിലൂടെ പോലും മനസ്സ് സ്ഥിരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ കാര്യം തന്നെയായി പ്രവർത്തിക്കുന്നവനാവുക. എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നീ സിദ്ധി പ്രാപിക്കും. ഈ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ കരുണയോടെ ഒരു മാർഗം പറയുന്നു. ധ്യാനത്തിലൂടെ മനസ്സ് സ്ഥിരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്ഥിരമായി അഭ്യാസം ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ, എന്നെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ദൈവസങ്കല്പത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭക്തിയാകുന്നു. നമ്മുടെ ജോലി, സേവനം, കടമകൾ ഇത് ദൈവത്തിനായി എന്ന മനോഭാവത്തോടെ ചെയ്താൽ അതുതന്നെ ആത്മീയ മുന്നേറ്റമായി മാറും. ഭക്തി എന്നത് ധ്യാനം മാത്രമല്ല, ദൈവാർപ്പിതമായ ജീവിതമാണ്. ധ്യാനം കഴിയില്ലെങ്കിൽ ദൈവാർപ്പിതമായി പ്രവർത്തിക്കൂ. പ്രവർത്തനം ഭക്തിയായാൽ ജീവിതം മോക്ഷമാർഗമാവും. നന്ദി. ശ്ലോകം 11. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗൻ തതഃ കുരു യഥാത്മവാൻ. എന്നെ സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തിൽ ഇതുപോലും അനുഷ്ഠിക്കുന്നതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാ കർമ്മങ്ങളുടെയും ഫലം ത്യജിക്കാൻ യത്നിക്കൂ. എന്നെ ആശ്രയിച്ച് യോഗം ചെയ്യാൻ നിനക്കാവുന്നില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളുടെയും ഫലം വിട്ടുകൊടുക്കുക. ആത്മനിയന്ത്രണത്തോടെ ഫലത്യാഗം ചെയ്യുക. കൃഷ്ണൻ സ്നേഹത്തോടെ പറയുന്നു, എന്നിൽ മനസ്സ് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, അഭ്യാസയോഗവും പ്രയാസമാണെങ്കിൽ നിന്റെ പ്രവർത്തികൾ തുടരൂ. പക്ഷേ ഫലം വിട്ടുകൊടുക്കൂ. ഫലപ്രതീക്ഷയില്ലാത്ത പ്രവൃത്തി, അതാണ് യഥാർത്ഥ സമാധാനം. ലാഭനഷ്ട ചിന്തയില്ലാതെ, പ്രശംസ നിന്ദ കണക്കാക്കാതെ ശാന്തമായ മനസ്സോടെ പ്രവർത്തിക്കൂ. ഫലം ഇച്ഛിക്കാതെ ഇരുന്നാൽ മനം ശാന്തമാകും. ശാന്തിയിൽ നിന്ന് ഭക്തി വിരിയും. ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ജീവിതം ലളിതമാകും. ഫലത്യാഗം മോക്ഷത്തിലേക്കുള്ള ലളിതമായ പാത. നന്ദി. ശ്ലോകം 12. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനോ വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗസ് ത്യാഗാച്ഛാന്തിരനന്തരം. അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാണ്. ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്ടമാണ്. ധ്യാനത്തേക്കാൾ ഉത്തമമാണ് സർവകർമ്മഫലത്യാഗം. സർവകർമ്മങ്ങളുടെയും ഫലം ത്യജിക്കുന്നതിലൂടെ ശാന്തി അനുഭവിക്കുന്നു. ഭഗവാൻ ഇവിടെ ആത്മീയ വളർച്ചയുടെ പടവുകൾ വ്യക്തമാക്കുന്നു. അഭ്യാസം, ദൈവചിന്തയിൽ സ്ഥിരത നേടാൻ ശ്രമിക്കുക. ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം നേടുക. ധ്യാനം, ആ ജ്ഞാനത്തിൽ മനസ്സിനെ ലയിപ്പിക്കുക. കർമ്മഫലത്യാഗം, ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ദൈവത്തിന് സമർപ്പിക്കുക. ഏറ്റവും ഉന്നതമായത് ഫലത്യാഗമാണ്. കാരണം ഫലത്തോടുള്ള ആസക്തിയാണ് മനസ്സിൽ അശാന്തി ഉണ്ടാക്കുന്നത്. ഫലം ദൈവത്തിന് സമർപ്പിച്ചാൽ മനസ്സിൽ ഭാരമില്ല, ആശങ്കയില്ല, അവസാനം ശാന്തി മാത്രം. കർമ്മം ചെയ്യൂ, ഫലം വിട്ടുകൊടുക്കൂ, ശാന്തി സ്വയം എത്തും. ശ്ലോകം 13-14. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണയേവ ച
നിർമ്മമോ നിരഹങ്കാരസ് സമദുഃഖസുഖഃ ക്ഷമീ സന്തുഷ്ടഃ സതതൈ യോഗി യതാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. എല്ലാ ജീവികളോടും ദ്വേഷമില്ലാതെ സ്നേഹഭാവത്തിൽ വർത്തിക്കുന്നവനും ക്ലേശിക്കുന്നവരിലെല്ലാം കാരുണ്യമുള്ളവനും ഒന്നിനോടും മമതാബന്ധം പുലർത്താത്തവനും ഞാനെന്ന ഭാവം വെടിഞ്ഞവനും സുഖത്തിലും ദുഃഖത്തിലും സമഭാവന പുലർത്തുന്നവനും എന്തും സഹിക്കുന്നവനും ഏതു സാഹചര്യത്തിലും മനസ്സന്തുഷ്ടി പുലർത്തുന്നവനും മനസ്സിനെ എന്നിൽ തന്നെ ഏകാഗ്രപ്പെടുത്തിയവനും ആത്മനിയന്ത്രണമുള്ളവനും ദൃഢനിശ്ചയനും മനസ്സും ബുദ്ധിയും എന്നിലർപ്പിച്ചവനും എന്നെ തന്നെ സദാ ആശ്രയിക്കുന്നവനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത് ആരാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ്. ആരോടും വൈരമില്ലാത്ത, എല്ലാവരോടും മൈത്രിയും കരുണയും സൗഹൃദവും ദയയും പുലർത്തുന്ന, എൻ്റേതെന്ന് സ്വാർത്ഥബോധമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, സുഖത്തിലും ദുഃഖത്തിലും സമത്വം പുലർത്തുന്ന, ക്ഷമാശീലമുള്ള, എപ്പോഴും സന്തോഷമുള്ള, ആത്മസംയമനമുള്ള യോഗി, ദൃഢവിശ്വാസമുള്ള ആത്മാവ്, മനസ്സും ബുദ്ധിയും ദൈവത്തിൽ സമർപ്പിച്ചവൻ, അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് കൃഷ്ണൻ പറയുന്നു. ഭക്തി വാക്കുകളിലല്ല, സ്വഭാവത്തിലാണ്, ഹൃദയത്തിലാണ്. നന്ദി. ശ്ലോകം 15. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യഃ സ ച മേ പ്രിയഃ. ആർക്കും ഒരു തരത്തിലും ഭയത്തിന് ഇടവരുത്താത്തവനും ആരാലും വ്യാകുലനായി തീരാത്തവനും സന്തോഷം, വെറുപ്പ്, ഭയം, ഉദ്വേഗം എന്നിവയിൽ നിന്ന് സദാ വിട്ടുനിൽക്കുന്നവനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നു, സത്യഭക്തൻ്റെ സ്വഭാവം ശാന്തവും സമത്വമുള്ളതുമാണ്. അവനാൽ ആരും വിഷമിക്കുകയില്ല. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കില്ല. അവനും ലോകം കൊണ്ട് കലങ്ങുകയില്ല. പ്രശ്നങ്ങളും വിമർശനങ്ങളും വന്നാലും അവൻ മനസ്സിൽ ശാന്തത നിലനിർത്തുന്നു. അതിയായ സന്തോഷം, കോപം, ഭയം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നും അവൻ മോചിതനാണ്. സമത്വവും കരുണയും നിറഞ്ഞ ജീവിതമാണ് അവൻ്റേത്. അങ്ങനെ മറ്റുള്ളവർക്ക് ശാന്തിയും സ്വയം സമാധാനവും നൽകുന്ന വ്യക്തിയാണ് ഭഗവാന്റെ പ്രിയ ഭക്തൻ. ലോകത്തിന് ഭയമല്ല, ശാന്തി നൽകുന്ന മനുഷ്യനാകുക. നന്ദി. ശ്ലോകം 16. അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭ പരിത്യാഗീ യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഒന്നിലും ആഗ്രഹമില്ലാത്തവനും ബാഹ്യമായും ആന്തരികമായും കളങ്കമില്ലാത്തവനും കൃത്യനിഷ്ഠനും ഒന്നിനും പക്ഷഭേദമില്ലാത്തവനും മനക്ലേശം വെടിഞ്ഞവനും എല്ലാ കർമ്മങ്ങളുടെയും കർത്തൃത്വഭാവം വെടിഞ്ഞവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്.
ഒന്നിനും അമിത പ്രതീക്ഷയില്ലാത്തവൻ, ശുദ്ധിയുള്ളവൻ, കാര്യക്ഷമനായവൻ, പക്ഷപാതമില്ലാതെ നിൽക്കുന്നവൻ, മനസ്സിൽ വിഷമമില്ലാത്തവൻ, സ്വാർത്ഥമായ എല്ലാ പ്രവർത്തനങ്ങളും വിട്ടുകളഞ്ഞവൻ, അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് അതിപ്രിയനാണ്. ഈ ശ്ലോകത്തിൽ ശ്രേഷ്ഠനായ ഭക്തൻ്റെ സ്വഭാവം ഭഗവാൻ വിശദീകരിക്കുന്നു. അനപേക്ഷ, ഒന്നിനും പ്രതിഫലം പ്രതീക്ഷിക്കാത്തവൻ. ശുചി, ഉള്ളിലും പുറത്തും ശുദ്ധിയുള്ളവൻ. ദക്ഷ, ജീവിതത്തിലെ കർത്തവ്യങ്ങൾ നന്നായി ചെയ്യുന്നവൻ. ഉദാസീന, പക്ഷപാതമില്ലാതെ സമദൃഷ്ടിയോടെ നിൽക്കുന്നവൻ. ഗതവ്യഥ, വിഷമങ്ങളും ഭയങ്ങളും കടന്ന് സമാധാനത്തോടെ ജീവിക്കുന്നവൻ. സർവാരംഭ പരിത്യാഗി, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി തുടങ്ങുന്ന പ്രവർത്തികൾ എല്ലാം ഉപേക്ഷിച്ചവൻ. ഇത്തരം ഗുണങ്ങളുള്ള ഭക്തൻ ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നു. അതിനാലാണ് ഭഗവാൻ പറയുന്നത്, അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് അതിപ്രിയനാണ്. ജീവിതത്തിൽ പ്രതീക്ഷ കുറച്ച് മനസ്സിനെ ശുദ്ധമാക്കി സ്വാർത്ഥത വിട്ട് ദൈവത്തെ സ്മരിച്ച് ജീവിക്കുമ്പോൾ നാം ഭഗവാന്റെ പ്രിയഭക്തരാകുന്നു. നന്ദി. നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 12 ഭക്തിയോഗം ശ്ലോകം 17. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗീ ഭക്തിമാന്യഃ സ മേ പ്രിയഃ. സന്തോഷിക്കുകയോ ദേഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ആഗ്രഹിക്കുകയോ ചെയ്യാതെ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അധികമായി സന്തോഷിക്കാത്തവനും ആരെയും ദ്വേഷിക്കാത്തവനും നഷ്ടങ്ങളിൽ ദുഃഖിക്കാത്തവനും ഒന്നിനും അത്യാഗ്രഹം കാണിക്കാത്തവനും ശുഭവും അശുഭവും എന്ന ഇരട്ട തത്വങ്ങളെ വിട്ട് ഭക്തിയോടെ ജീവിക്കുന്നവനുമാണ് എനിക്ക് ഏറ്റവും പ്രിയൻ. ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ തൻ്റെ ഭക്തൻ്റെ മഹത്തായ സ്വഭാവങ്ങളെ വിശദീകരിക്കുന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങളിൽ അതിരുകടന്നുല്ലസിക്കാതെ, ആരോടും ദേഷ്യം പുലർത്താതെ, സംഭവിക്കുന്ന നഷ്ടങ്ങളിൽ അതിദുഃഖം കൊണ്ട് തളരാതെ, ലഭിക്കാത്ത കാര്യങ്ങൾക്കായി അത്യാഗ്രഹം കാണിക്കാതെ, ഇങ്ങനെ മനസ്സിനെ സമത്വത്തിൽ നിലനിർത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അവൻ ശുഭം അശുഭം, ലാഭം നഷ്ടം, സുഖം ദുഃഖം എന്നീ ജീവിതത്തിലെ ഇരട്ട തത്വങ്ങളെ അതിജീവിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്നു. അത്തരം സമത്വവും നിർമ്മലമായ ഭക്തിയുമുള്ള ഭക്തനാണ് ഭഗവാൻ എനിക്ക് ഏറ്റവും പ്രിയൻ എന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിൻ്റെ സമത്വം കാത്തു സൂക്ഷിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്നവനാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയനായ ഭക്തൻ. നന്ദി. ശ്ലോകം 18. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസ്സംഗവിവർജിതഃ. ശത്രുവിനോടും സുഹൃത്തിനോടും ഒരുപോലെ പെരുമാറുന്നവനും മാനത്തിലും അപമാനത്തിലും സമബുദ്ധിയുള്ളവനും തണുപ്പിലും ചൂടിലും സുഖത്തിലും ദുഃഖത്തിലും സമത്വത്തോടെ നിൽക്കുന്നവനും ആസക്തികളിൽ നിന്ന് വിമുക്തനായവനും. അത്തരം ഭക്തനെയാണ് ഭഗവാൻ മഹത്വപ്പെടുത്തുന്നത്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ ഒരു സത്യഭക്തൻ്റെ മനോഭാവം വിവരിക്കുന്നു. യഥാർത്ഥ ഭക്തന് ശത്രുവും സുഹൃത്തും ഒരുപോലെയാണ്. അവൻ ആരോടും വൈരാഗ്യം പുലർത്തുന്നില്ല. മാനവും അപമാനവും വന്നാലും അവൻ്റെ മനസ്സ് തുല്യതയിൽ നിൽക്കും. ജീവിതത്തിലെ ചൂടും തണുപ്പും സുഖവും ദുഃഖവും പോലുള്ള മാറ്റങ്ങൾ അവനെ അലക്കില്ല. കാരണം
അവൻ ആസക്തികളിൽ നിന്ന് മോചിതനായവനാണ്, സാഹചര്യങ്ങളോട് അടിമപ്പെടാത്തവൻ. അതുകൊണ്ട് സമത്വവും ആസക്തിയില്ലായ്മയും ഉള്ള മനസ്സ് വളർത്തുന്നതാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം. സുഖദുഃഖങ്ങളിലും മാന അപമാനങ്ങളിലും ഒരുപോലെ നിലകൊള്ളുന്ന സമബുദ്ധിയാണ് ഭക്തിയുടെ മഹത്തായ ലക്ഷണം. നന്ദി. ശ്ലോകം 19. തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. നിന്ദയിലും സ്തുതിയിലും ഒരുപോലെ വർത്തിക്കുന്നവനും സങ്കല്പവും സംഭാഷണവും ചുരുക്കി യാദൃശ്ചികമായി എന്ത് കിട്ടുന്നുവോ അതിൽ തൃപ്തനും ഒരിക്കലും ഒരിടത്തും സ്ഥിരമായി വസിക്കാത്തവനും എന്നിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ചവനും ഭക്തിമാനുമായ മനുഷ്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. നിന്ദയും സ്തുതിയും ഒരുപോലെ കാണുന്നവനും അനാവശ്യമായി സംസാരിക്കാതെ മൗന സ്വഭാവമുള്ളവനും ലഭിക്കുന്നതിൽ എന്തായാലും സന്തോഷിക്കുന്നവനും സ്ഥിരമായ ആസക്തിയില്ലാതെ ജീവിക്കുന്നവനും ദൃഢമായ മനസ്സും ഭക്തിയുമുള്ളവനും, അങ്ങനെയുള്ള മനുഷ്യൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു സത്യഭക്തൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് പറയുന്നു. ആരെങ്കിലും നിന്ദിച്ചാലും പ്രശംസിച്ചാലും മനസ്സിൽ മാറ്റമില്ലാതെ സമഭാവം പാലിക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം സംസാരിക്കുന്നവൻ, അനാവശ്യ വാക്കുകളിൽ സമയം കളയാത്ത ശാന്ത സ്വഭാവം, ലഭിക്കുന്നതിൽ തൃപ്തനായിരിക്കുക, വലിയ ആഗ്രഹങ്ങളാൽ വിഷമിക്കാത്ത ജീവിതം, ഒരു വീടിനോടോ വസ്തുക്കളോടോ അതിയായ ആസക്തിയില്ലാതെ ജീവിക്കുന്നവൻ, മനസ്സിൽ ഉറച്ച വിശ്വാസവും സ്ഥിരതയുമുള്ളവൻ, ഇവയെല്ലാം ഭക്തിയോടെ ജീവിതത്തിൽ നടപ്പാക്കുന്നവൻ. ഇത്തരത്തിൽ സമത്വവും ഭക്തിയുമുള്ള മനുഷ്യൻ ഭഗവാന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഈ ശ്ലോകം പറയുന്നു. നിന്ദയിലും സ്തുതിയിലും ഒരുപോലെ നിലകൊള്ളുകയും ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയും ആസക്തിയില്ലാതെ ദൃഢമായ ഭക്തിയോടെ ജീവിക്കുന്നവനുമാണ് ഭഗവാന്റെ പ്രിയഭക്തൻ. ശ്ലോകം 20. യേതു ധർമ്മ്യാമൃതമിദൈ യഥോക്തം പര്യുപാസതേ ശ്രദ്ധാനാം മത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഃ. ഓം തസ്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12ാധ്യായഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാൻ പറയുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ധർമ്മമെന്ന അമൃതമായ ഉപദേശത്തെ വിശ്വാസത്തോടെ അനുസരിച്ച് ജീവിക്കുന്നവർ, എന്നെ പരമലക്ഷ്യമാക്കി ഭക്തിയോടെ ആരാധിക്കുന്നവർ, അത്തരം ഭക്തന്മാർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ ശ്ലോകം ഭക്തിയോഗത്തിൻ്റെ സമാപന ശ്ലോകമാണ്. മുമ്പുള്ള ശ്ലോകങ്ങളിൽ ഭക്തൻ്റെ ഗുണങ്ങൾ ഭഗവാൻ വിശദീകരിച്ചു. ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ ഗുണങ്ങളെ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ജീവിതത്തിൽ നടപ്പാക്കുന്നവർ, എന്നെ പരമലക്ഷ്യമാക്കി ജീവിക്കുന്നവർ, അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ധർമ്മ്യാമൃതം എന്ന് പറയുന്നത്
ആത്മാവിനെ ഉയർത്തുന്ന ധാർമ്മിക ജീവിതവും ഭക്തിയുമാണ്. അതിനെ ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും അനുസരിക്കുന്നവർ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന് അർഹരാകുന്നു. ഭക്തി വെറും ആരാധന മാത്രമല്ല, ശ്രദ്ധ, ധർമ്മം, സമത്വം, കരുണ എന്നിവ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് ഭക്തി പൂർണ്ണമാകുന്നത്. അത്തരം ഭക്തന്മാരാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഓം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.